ആരെങ്കിലും നിങ്ങളെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ടുണ്ടോ? എങ്കിൽ ഈ കഥ വലിയൊരു പാഠമാണ്. ഒരിക്കൽ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ച് പുതിയ ഒരു 500 രൂപ നോട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു, ഇത് ആർക്കൊക്കെ വേണം? സദസ്സിൽ നിന്ന് എല്ലാവരും കൈപൊക്കി. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, തീർച്ചയായിട്ടും ഞാനിത് എല്ലാവർക്കും നൽകാൻ പോവുകയാണ്. പക്ഷേ അതിനു മുമ്പ് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അദ്ദേഹം ആ നോട്ട് കയ്യിലിട്ട് ചുരുട്ടിക്കൂട്ടി. ഇപ്പോൾ ആ നോട്ട് ഒരു പഴയ കടലാസു കഷ്ണം പോലെയായി. അദ്ദേഹം വീണ്ടും ചോദിച്ചു, ഇതിന്റെ രൂപമെല്ലാം മാറി, ഇതിപ്പോൾ അത്ര ഭംഗിയൊന്നുമില്ല കാണാൻ. ഇനിയും ഇത് ആർക്കെങ്കിലും വേണോ? സദസ്സിൽ നിന്ന് വീണ്ടും എല്ലാവരും കൈപൊക്കി. അടുത്തതായി അദ്ദേഹം ആ നോട്ട് തറയിലിട്ട് ചവിട്ടി അഴുക്കാക്കി. ചെളി പുരണ്ട കീറാൻ പാകത്തിലുള്ള ആ നോട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു, ഇതിപ്പോൾ അഴുക്കു പുരണ്ടിരിക്കുന്നു, രൂപം പാടെ മാറിയിരിക്കുന്നു, ഇനിയും ഇത് ആർക്കെങ്കിലും വേണോ? ആളുകൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു, വേണം സാർ, ഞങ്ങൾക്കത് വേണം. എന്തുകൊണ്ട്? അദ്ദേഹം വിശദീകരിച്ചു, ഇതിനെ ഞാൻ എത്ര ചവിട്ടി അരച്ചാലും ചുരുട്ടിക്കൂട്ടിയാലും ഇതിന്റെ മൂല്യം എപ്പോഴും 500 രൂപ തന്നെ ആയിരിക്കും. ഇതിന്റെ പുറത്തുള്ള അഴുക്ക് അതിന്റെ ഉള്ളിലെ മൂല്യത്തെ ബാധിക്കില്ല. ജീവിതമെന്ന മഹാപ്രയാണത്തിൽ ധാരാളം ഒടിവുകളും മടക്കുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. പക്ഷേ നമ്മുടെ ഉള്ളിലെ വ്യക്തിത്വത്തിന്റെ കയ്യൊപ്പാണ് നമ്മുടെ വില നിശ്ചയിക്കുന്നത്. ആത്മബോധമുള്ളവന്റെ ജീവിതത്തിൽ എത്രയൊക്കെ മടക്കുകളും ഒടിവുകളും സംഭവിച്ചാലും ഉള്ളിലെ കയ്യൊപ്പിന്റെ മൂല്യം എപ്പോഴും ഉയർന്നു തന്നെ ഇരിക്കും. ലോകം നമ്മെ എത്ര കശക്കി എറിഞ്ഞാലും ആ കയ്യൊപ്പിന്റെ മൂല്യം കുറയില്ല. യഥാർത്ഥ വജ്രത്തിന്റെ വില നിശ്ചയിക്കുന്നത് ലേലക്കാരനോ കാവൽക്കാരനോ അല്ല, ആ വജ്രത്തിന്റെ തിളക്കവും പരിശുദ്ധിയുമാണ്. പൊതു തുലാസിൽ ഭാരം നോക്കാൻ നിൽക്കരുത്. അവയ്ക്ക് ഒരുപക്ഷെ ഭാരം അറിയാനായേക്കാം, ആഴം അറിയണമെന്നില്ല. ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ തിരസ്കരിക്കപ്പെട്ടേക്കാം, പക്ഷേ നിങ്ങളുടെ മൂല്യം കുറഞ്ഞു എന്നതിനർത്ഥമില്ല. ചിലപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് നിങ്ങളുടെ വില അറിയാത്തവരുടെ ഇടയിലായിരിക്കും. നിങ്ങൾ ആരാണെന്ന് ലോകം തീരുമാനിക്കട്ടെ, പക്ഷേ നിങ്ങളുടെ വില എത്രയാണെന്ന് കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും. നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെ ആകും നീ. നിന്റെ നഷ്ടശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും. അനേകം തലമുറകളുടെ അടിസ്ഥാനം നീ പണിതുയർത്തും. പൊളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കുന്നവനെന്നും ഭവനങ്ങൾക്ക് കേടുപോക്കുന്നവനെന്നും നീ വിളിക്കപ്പെടും. ഒരു നല്ല ചിന്ത. പ്രശസ്തനായ എഴുത്തുകാരന് തൻ്റെ പേനകൾ എവിടെയെങ്കിലും മറന്നു വയ്ക്കുന്ന ഒരു ദുശീലമുണ്ടായിരുന്നു. അദ്ദേഹം എവിടെ പോയാലും തൻ്റെ പേന ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടങ്ങളിൽ മറന്നു വെച്ചിട്ടായിരിക്കും സ്ഥലം വിടുക. പേന പോക്കറ്റിൽ നിന്ന് എടുക്കുമെങ്കിലും ആവശ്യം കഴിഞ്ഞാൽ അശ്രദ്ധമായി എവിടെയെങ്കിലും വെക്കുന്നത് കൊണ്ട് തിരികെ പോക്കറ്റിൽ വയ്ക്കാൻ അദ്ദേഹം മറന്നു പോകുന്നു. ഇങ്ങനെ കുറേ നല്ല പേനകൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം വില കുറഞ്ഞ പേനകൾ ഉപയോഗിക്കാൻ തുടങ്ങി. എങ്കിലും ഈ അവസ്ഥ അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയപ്പോൾ മനഃശാസ്ത്രജ്ഞനായ ഒരു സുഹൃത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും വില കൂടിയ ഒരു പേന തന്നെ വാങ്ങി ഉപയോഗിച്ചു നോക്കാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം സ്വർണം കൊണ്ടുള്ളൊരു പേന വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങി. അതിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ആ അശ്രദ്ധ തീരെ ഇല്ലാതായി. പിന്നീട് ഒരിക്കൽ സുഹൃത്ത് അദ്ദേഹത്തെ കണ്ടപ്പോൾ മറവിയെപ്പറ്റി ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് വളരെ അതിശയമായിരിക്കുന്നു. വിലപിടിപ്പുള്ള ഈ പേന ഞാൻ കഴിഞ്ഞ 6 മാസമായി ഉപയോഗിക്കുന്നു. ഇതുവരെ അശ്രദ്ധമായി എവിടെയും വെച്ചിട്ടില്ല. മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞു, ആ പേനയുടെ വിലയാണ് നിങ്ങളുടെ അശ്രദ്ധയെ മാറ്റിയെടുത്തത്. നമ്മുടെ ജീവിതത്തിലും വിലപിടിപ്പുള്ളതെല്ലാം നാം ശ്രദ്ധയോടെ തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്.
ആരോഗ്യം, കുടുംബം, ബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ ഒക്കെ നമുക്ക് വിലപ്പെട്ടതാണ്. ഇവയൊക്കെ നാം അശ്രദ്ധയോടെയാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം നാം അവയ്ക്കൊന്നും അർഹിക്കുന്ന വില കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ്. ഈ കഥ വായിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം മനസ്സിലോർത്തത് എന്താണെന്ന് വെച്ചാൽ, ഇന്നെനിക്ക് 66 വയസ്സായി. ഞാൻ ഈ അടുത്ത് ഇതാക്കിയ പല കാര്യങ്ങളും ഞാൻ മറക്കുന്നു. പിന്നെ തല ചുറ്റുന്നത് പോലെ, വീഴാൻ പോകുന്നത് പോലെ. ഇനി ഇയർ ബാലൻസിന് വല്ല പ്രശ്നമുണ്ടോ വെച്ചിട്ട് ചെക്ക് ചെയ്തു. അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഡോക്ടർ. ഞാനപ്പോൾ ഇപ്പോൾ ഇത് വായിച്ചപ്പോൾ, ഞാൻ ഇത് സംസാരിച്ചപ്പോൾ, ഞാൻ വീഡിയോ ഇതിൽ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഈ അടുത്ത് നടന്ന പല കാര്യങ്ങളും ഞാൻ മറക്കുന്നു. നോക്കുമ്പോൾ അത് അധികം അത്ര കാര്യമുള്ള കാര്യമൊന്നുമല്ലെങ്കിലും മറക്കുന്നു ഞാനത്. പക്ഷേ 2000-ൽ മരിച്ച എൻ്റെ അമ്മ മരിക്കുന്നതിന് മുന്നേ എന്നോട് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്നൊന്നായി എല്ലാം എൻ്റെ മനസ്സിലുണ്ട്. അതിപ്പോഴും എനിക്ക് ഓർമ്മയിൽ വന്നുകൊണ്ടിരിക്കും. അമ്മ അതെല്ലാം പറഞ്ഞു വെച്ച് അതനുസരിച്ച് ഞാൻ ചില കാര്യങ്ങൾ അമ്മ പറഞ്ഞതനുസരിച്ച് ചിന്തിച്ച് അതിനുവേണ്ടി പരിശ്രമിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, കാര്യമായ മൂല്യം നൽകേണ്ട, ഓരോ വാക്കിനും വില കൊടുക്കേണ്ട, നല്ലൊരു മൂല്യം കൊടുക്കേണ്ട എൻ്റെ അമ്മയുടെ എല്ലാ വാക്കുകളും അനുസരിച്ച് മുന്നോട്ട് നീങ്ങിയതിൻ്റെ പിന്നിൽ എൻ്റെ ദൈവവും എൻ്റെ പട്ടം കിട്ടുന്നതിന് മുന്നേ മരിച്ചുപോയ അങ്കിളുമാണ് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എനിവേ, അമ്മ പറഞ്ഞതനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നു. അങ്കിളിൻ്റെ ഇഷ്ടമായാലും ദൈവത്തിൻ്റെ ഇഷ്ടമായാലും അത് നിറവേറ്റുവാൻ ഞാൻ വളരെ പാടുപെടുന്നുണ്ട്. അതിന് ഞാൻ പലതരത്തിലുള്ള അവഗണനകളും കളിയാക്കലും എല്ലാം ഞാൻ സഹിക്കുന്നുമുണ്ട്. പക്ഷേ അപ്പോഴൊന്നും എനിക്ക് ഒരു വിഷമവുമില്ല. എൻ്റെ അങ്കിളിൻ്റെയും ദൈവത്തിൻ്റെയും ഇഷ്ടമാണ് എൻ്റെ അമ്മ മരിക്കുന്നതിന് മുന്നേ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നത് എന്ന് ഉള്ള ആ ബോധ്യം എല്ലാ പരിഹാസങ്ങളെയും എല്ലാവരുടെ അവഗണനകളെയും തകിടം മറിച്ചുകൊണ്ട് ദൈവത്തിൻ്റെയും എൻ്റെ അങ്കിളിൻ്റെയും ഇഷ്ടം നിറവേറ്റാൻ എനിക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ട്. അതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. എപ്പോഴും അതുപോലെ തന്നെ എൻ്റെ പേരക്കുട്ടി, മൂന്നാമത്തെ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് ഞാൻ വീഡിയോ പഠിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ എന്തെങ്കിലും കുഞ്ഞി സാധനങ്ങൾ അവളുടെ കയ്യിലുള്ളത് എനിക്ക് കൊണ്ടുവന്ന് തരും. പലതും ഞാൻ എൻ്റെ വീഡിയോയിൽ ആ സാധനം വയ്ക്കും. എനിക്ക് അവൾ എന്തുകൊണ്ട് ഇങ്ങനെ തരുന്നു, അതിൻ്റെ പിറകിൽ ദൈവമുണ്ടെന്നുള്ള ഒരൊറ്റ ബോധ്യമാണ്. മൂന്നാമത്തെ പേരക്കുട്ടി ഒരിക്കൽ ഒരു വിരലിൻ്റെ അത്ര പോകുന്ന കുട നീല കളറിൽ കൊണ്ടു. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള വീഡിയോകളിൽ മാലാഖേനെ ആ കുഞ്ഞ് നീലക്കുടയുടെ ഉള്ളിൽ വെച്ചിട്ടുള്ള വീഡിയോകൾ എൻ്റെ കുറേ കാണാം, കുറച്ച് നാൾ മുന്നേ വരെ. എന്ത് തന്നാലും അത് ഇത് വേണ്ട മോളെ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എല്ലാം എൻ്റെ നല്ല കാര്യമായ സന്ദേശങ്ങൾ പറയുന്നതിലും എല്ലാം ഞാൻ അത് സന്തോഷത്തോടെ സ്വീകരിക്കും. എനിക്കതിൻ്റെ വില 5 രൂപയുടെയും 1 രൂപയുടെയും കളിക്കോപ്പായാലും എൻ്റെ സന്ദേശങ്ങളിൽ അതിന് വലിയൊരു മൂല്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി അപ്പോൾ തന്നെ ദൈവം എനിക്ക് മനസ്സിലാക്കി തരും. ഞാൻ അതിനായി മൂന്നാമത്തെ എൻ്റെ പേരക്കുട്ടിയോട് നന്ദി പറയുകയാണ്, മോൾ ഓരോന്ന് തരുന്നതിന്.
ഇപ്പോൾ ഓടിക്കൊണ്ടുവന്ന് ഇന്നലെ 2 ദിവസം മുന്നേ തന്നതാണ് ഈ പട്ടിക്കുട്ടിയെ. ഈ പട്ടിക്കുട്ടിയുടെ ഒരു അതിന് ഞാൻ പ്രത്യേകമായി അലങ്കരിച്ച് കയറ്റി വച്ചിരിക്കുകയാണ് ഈ വീഡിയോയിൽ. ഒരിക്കൽമ വിനശതേ എന്ന് ചൊല്ലി കേട്ടിട്ടുണ്ടോ? സംശയമുള്ളവനാണ് നശിക്കുന്നത്. ഒരു ഗ്രാമപ്രദേശത്തിന്റെ വിജനമായ സ്ഥലത്ത് ഒരു 6 വയസ്സുകാരനും 10 വയസ്സുകാരനും കൂടെ കളിക്കുകയായിരുന്നു. കളിച്ചു മടുത്തപ്പോൾ അവർ ആൾമറയില്ലാത്ത കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കാൻ പോയി. അപ്പം 10 വയസ്സുകാരൻ വെള്ളം കോരിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് ആ കാൽ വഴുതി ആ കിണറ്റിലേക്ക് വീണു. വെള്ളത്തിനുള്ളിൽ കിടന്ന് രക്ഷിക്കണേ രക്ഷിക്കണേ എന്നവൻ കരയുകയാണ്. ഈ 6 വയസ്സുകാരൻ എന്ത് ചെയ്യാൻ പറ്റും? തൊട്ടടുത്തെങ്ങും വീടില്ല. ഒരു ഗ്രാമപ്രദേശത്ത് ചെന്നാൽ ഒരാളെ വിളിച്ചുകൊണ്ട് വരാൻ നേരവുമില്ല. തന്റെ കൂട്ടുകാരൻ മുങ്ങിപ്പൊങ്ങുകയാണ്. പെട്ടെന്ന് ചുറ്റും നോക്കി അവൻ തൊട്ടിയും കയറും അവിടെ ഇരിക്കുന്നത് കണ്ടു. ആ തൊട്ടിയും കയറും താഴേക്ക് ഇട്ടുകൊടുത്ത് അതിൽ പിടിച്ചു കൊടുക്കാൻ സഹായിച്ചു. എന്നിട്ട് അവൻ പറഞ്ഞു, ഞാൻ വലിച്ചു കയറ്റാം, കയറിൽ മുറുക്ക പിടിച്ചോളൂ. 6 വയസ്സുകാരൻ പല്ല് കടിച്ചു പിടിച്ച് സകല ശക്തിയും എടുത്ത് വിയർത്തൊലിച്ച് അവന്റെ കൈകളൊക്കെ പൊട്ടി എങ്കിലും തന്റെ കൂട്ടുകാരനെ വലിച്ചു കയറ്റി. അതിന് രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ച് കരഞ്ഞ് സന്തോഷത്തോടെ ഗ്രാമത്തിൽ ചെന്ന് ഈ വിവരം പറഞ്ഞു. ഈ വിവരം പറഞ്ഞപ്പോ അവരാരും വിശ്വസിച്ചില്ല. ഈ കുട്ടികൾ നുണ പറയുകയായിരിക്കും എന്നാണ് അവർ കരുതിയത്. അല്ലെങ്കിൽ എങ്ങനെ ഒരു 6 വയസ്സുകാരന് തന്റെ ഇരട്ടി ഭാരമുള്ള 10 വയസ്സുകാരനെ കിണറ്റിൽ നിന്ന് വലിച്ചു കയറ്റാനാവും? ഗ്രാമവാസികൾ ആരും വിശ്വസിച്ചില്ല. അവരെല്ലാവരും കൂടി ചേർന്ന് ഗ്രാമമുഖ്യന്റെ അടുത്ത് ചെന്നു. ഗ്രാമമുഖ്യനോട് വിവരം പറഞ്ഞു. ഗ്രാമമുഖ്യൻ ഈ കുട്ടികളെ മാറ്റി നിർത്തി കാര്യങ്ങൾ സംസാരിച്ചു. ഗ്രാമമുഖ്യൻ എന്നിട്ട് അവരോട് പറഞ്ഞു, ഈ കുട്ടി പറഞ്ഞത് സത്യമാണ്. അപ്പൊ എല്ലാവരും ചോദിച്ചു, എങ്ങനെ ഈ കുട്ടിക്ക് അവന്റെ ഇരട്ടി ഭാരമുള്ളവനെ വലിച്ചു കയറ്റാൻ കഴിയും? അപ്പോൾ ഗ്രാമമുഖ്യൻ പറഞ്ഞു, നിന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്ന് പറയാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവനത് സാധിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല കാര്യങ്ങളും സാധിക്കാത്തത് അതിന്റെ അടിസ്ഥാന കാരണം നമുക്ക് കഴിവില്ലാത്തത് കൊണ്ടോ ശേഷിയില്ലാത്തത് കൊണ്ടോ അല്ല. നിന്നെ കൊണ്ട് അത് പറ്റില്ല എന്ന് പറയുന്ന നമ്മുടെ ചുറ്റുമുള്ളവരുടെ ശബ്ദമാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും നമ്മളെ തടയുന്നത്. ആ കുട്ടിയുടെ കാര്യമെടുത്താൽ ആ കുട്ടിയുടെ ഉള്ളിൽ നിന്നോ ആ കുട്ടിയുടെ പുറത്തു നിന്നോ ആരും നിന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്ന് പറഞ്ഞ് ശബ്ദം അവൻ കേട്ടില്ല. അവൻ ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെയും എന്റെ കൂട്ടുകാരനെ രക്ഷിക്കണം. അതിന് ഏതറ്റം വരെയും ഞാൻ പോകും, സർവ്വശക്തിയും എടുത്ത് ഞാൻ പോരാടും. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയാണ്. പക്ഷെ നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? പ്ലാൻ എ അല്ലെങ്കിൽ പ്ലാൻ ബി. ഈ കുട്ടിക്കൂടെ പ്ലാൻ ബി ഉണ്ടായിരുന്നില്ല. അവര് പ്ലാൻ എ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, തന്റെ കൂട്ടുകാരനെ രക്ഷിക്കണം. പ്ലാൻ ബി ഉണ്ടാകുമ്പോ പ്ലാൻ എ വർക്കൗട്ട് ആയില്ലെങ്കിൽ നമ്മൾ പ്ലാൻ ബി ചെയ്യാം എന്ന് കരുതും. പക്ഷേ പ്ലാൻ എ മാത്രമുള്ളവന് എങ്ങനെയും അത് വിജയിപ്പിച്ചേ തീരൂ. അതവന്റെ ജീവൻ മരണ പ്രശ്നമാണ്. അതുകൊണ്ട് അവന് വിജയിക്കാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യവും ആത്മവിശ്വാസത്തോടെ നാം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും പുറമേ നിന്നും ഒരു ശബ്ദം നമുക്ക് കേൾക്കാനാവുന്നില്ലെങ്കിൽ തീർച്ചയായും നമുക്കത് ചെയ്യാൻ കഴിയും. ഇത് വായിച്ചപ്പോൾ ഞാനൊരു ഇത് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കാര്യം ആലോചിക്കുകയാണ്. എൻ്റെ അമ്മ മരിക്കുന്നതിനേലും മുന്നേ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിനേക്കാളും മുന്നേ എല്ലാം നിറവേറ്റിയിരിക്കണം എന്ന ആ ഉറച്ച തീരുമാനത്തോടെയാണ് എനിക്ക് ഇതുവരെ എൻ്റെ അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ ഇത്രയ്ക്കെങ്കിലും എനിക്ക് സാധിച്ചത്. വേറെ ഒന്നും ഞാൻ മറ്റുള്ളവരെ അഭിപ്രായങ്ങൾ അനവധി പറയുന്നവരെ ആരെയും ഞാൻ ശ്രദ്ധിക്കില്ല. അതെൻ്റെ മക്കളായാൽ പോലും എൻ്റെ ഭർത്താവായാലും പറയുന്നത് ഞാൻ വിചാരിച്ച എന്നെ തോന്നിപ്പിച്ച എന്നെ പരിശുദ്ധാത്മാവ് തോന്നിച്ച കാര്യത്തിന് എതിരാണെങ്കിലേ ഞാൻ എൻ്റെ ഭർത്താവായാലും മക്കളായാലും ബന്ധുക്കളായാലും കൂടപ്പിറപ്പുകളായാലും ഞാൻ അത് മൈൻഡ് ചെയ്യാതെ ഞാൻ മുന്നോട്ട് പോകും. അതാണ് എൻ്റെ ഈ 45 കൊല്ലത്തെയും സഹനം.
നല്ലത് ചെയ്യണേന് നാം നല്ലതാണ് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നന്മയായിട്ടാണ് എല്ലാതും വരുന്നത് എങ്കിൽ നാം പിന്നെ എന്തിന് മറ്റുള്ളവരുടെ തെറ്റായ രീതിയിലുള്ള വാക്കുകൾ കേൾക്കണം? അവർക്ക് അധികാരമുണ്ട് എന്നോട് സംസാരിക്കാൻ എന്നുണ്ടെങ്കിലും ഞാൻ എന്തിന് കേൾക്കണം? അതിലും വലിയ അധികാരമുള്ളവൻ്റെ വാക്കല്ലേ ഞാൻ കേൾക്കേണ്ടത്? അതാണ് എൻ്റെ 45 കൊല്ലത്തെ സഹനവും എല്ലാം നന്മയ്ക്കായി എന്നുള്ള 350 പേജിൻ്റെ ബുക്കും അത് വായിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഞാനിപ്പോൾ ഈ പറഞ്ഞതിൻ്റെ പൊരുൾ. സമയത്തിനൊപ്പമല്ല സ്നേഹത്തിനൊപ്പമാകണം യാത്ര. കടപ്പാട് സ്വാമി ഗുരുവന്ദനം. സമയത്തിനൊപ്പമല്ല സ്നേഹത്തിനൊപ്പമാകണം യാത്ര. നാം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മിലേക്ക് തന്നെ മടങ്ങി വരും. നന്മയുടെ പ്രവൃത്തികൾ ചെയ്താൽ ഇന്നല്ലെങ്കിൽ നാളെ നാം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മിലേക്ക് തന്നെ മടങ്ങി വരും. നന്മയുടെ പ്രവൃത്തികൾ ചെയ്താൽ ഇന്നല്ലെങ്കിൽ നാളെ വഴിതെറ്റാതെ ഓരോ നന്മയും നമ്മുടെ വീട്ടിൽ തന്നെ തിരികെ എത്തും. പ്രിയപ്പെട്ടവരെ, മക്കളെ നല്ലവരായി എങ്ങനെ വളർത്തണം, ശ്രേഷ്ഠരായി എങ്ങനെ നാം ചെയ്യുന്ന കാര്യങ്ങൾ നാം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മിലേക്ക് തന്നെ മടങ്ങി വരും. നന്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പെടല് കൂടെ ആരും ഇല്ലാതാവുമ്പോഴല്ല, നമ്മളെല്ലാം ഇത് ഒരു ബുക്കിൻ്റെ തേൻതുള്ളികൾ, ക്രിസ്റ്റി വട്ടക്കുഴി അച്ഛൻ്റെ ബുക്കിൻ്റെ ഫസ്റ്റ് പേജാണ്. ഈ ബുക്കിന് വേണ്ടി ഞാൻ എൻ്റെ ദൈവമഹത്വത്തിനായി ഈ ബുക്കിന് വേണ്ടി അച്ഛനു വേണ്ടി എൻ്റെ അധ്വാനവും ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്. കുറച്ച് ബുക്ക് എനിക്ക് അച്ഛൻ തേൻതുള്ളികൾ കുറച്ച് ബുക്ക് എനിക്ക് തന്നു. അതിലെ ആദ്യത്തെ പേജിലാണ് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത്. എൻ്റെ അങ്കിളിൻ്റെ പടം ഒട്ടിച്ച് ഞാൻ എഴുതിയതാണ് ആദ്യത്തെ പേജ് തേൻതുള്ളികൾ ബുക്കിൽ. വൈദിക പട്ടം കിട്ടുന്നതിന് മുൻപ് 33 വയസ്സിൽ ക്ഷയരോഗം വന്ന് മരിച്ചുപോയ എൻ്റെ അങ്കിൾ മരിക്കുന്ന ദിവസം 5 വയസ്സുള്ള എന്നെ വാശി പിടിച്ച് കരഞ്ഞപ്പോൾ അമ്മയുടെ ആവശ്യപ്രകാരം എന്നെ അങ്കിൾ ഉറക്കിക്കിടത്തിയതിന് ശേഷം കുരിശിൽ നോക്കി പ്രാർത്ഥിച്ച് കുറച്ച് സമയത്തിന് ശേഷം എൻ്റെ അങ്കിൾ മരിച്ചു എന്ന വിവരം 2000-ൽ മരിക്കുന്നതിന് മുൻപ് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. തേൻതുള്ളികൾ ക്രിസ്ത്യച്ചൻ്റെ ബുക്ക് ചട്ടമറയ്ക്കുമ്പോഴുള്ള പേജാണ് തേൻതുള്ളികൾ. നല്ലൊരു ബുക്ക് ദൈവമഹത്വത്തിനായി സമർപ്പിച്ചതിന് ക്രിസ്ത്യച്ചന് നന്ദി മാത്രം. ഫ്രാൻസിസ് ക്രിസ്റ്റി വട്ടക്കുഴി. ഇതാണ് പുസ്തകത്തിൻ്റെ പേജ്, തേൻതുള്ളികൾ ബുക്കിൻ്റെ പേജ്.
ഒരു ഒരു ചിന്ത. അതിമനോഹരമായൊരു പൂന്തോട്ടം ഒന്നാകെ നശിപ്പിക്കാൻ ചിലപ്പോൾ ഒരു പുഴു മതിയാകും. ചില മനുഷ്യരും അത്തരം പുഴുക്കളെ പോലെയാണ്. മനോഹരമായ ജീവിതങ്ങളിലേക്ക് കടന്നു ചെന്ന് അതിനെയാകെ നശിപ്പിച്ച് അടുത്ത ഇടം തേടി അവർ പോകും. കാൽവിരൽ കൊണ്ട് ഒന്ന് അമർത്തിയിരുന്നെങ്കിൽ ആദ്യം തന്നെ അറിഞ്ഞു തീരുമായിരുന്ന ആ പുഴുക്കളെ അത്രയധികം കാര്യമാക്കാതെ അവഗണിച്ചു പോയാൽ പശ്ചാത്താപം തോന്നുമ്പോഴേക്കും എത്രമാത്രം വെള്ളമൊഴിച്ചാലും ഇനിയൊരിക്കലും തളിർക്കാനാവാത്ത വിധം വേരറ്റ് പോയിട്ടുണ്ടാവും. ബന്ധങ്ങളൊക്കെയും ഞെരിച്ച് കളയേണ്ടവയെ അവഗണിക്കരുത്. കുറഞ്ഞ പക്ഷം കടന്നു കയറാനാവാത്ത വിധം അകറ്റി നിർത്തുകയെങ്കിലും ചെയ്തിരിക്കണം. കടപ്പാട്. പുഴുക്കളെ പോലെ ചില മനുഷ്യരും. ശരിയാ ആലോചിക്കുമ്പോൾ. തേൻതുള്ളി എന്ന പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ ക്രിസ്റ്റ്യച്ചൻ എഴുതിയത്, സമർപ്പിത ജീവിതത്തിൽ ഞാൻ എത്തിയിട്ട് 60 വർഷം 1964 2024 ഈ കാലം അത്രയും ക്രിസ്തുവിൻ്റേതായി ജീവിക്കുവാൻ എന്നെ സഹായിച്ച ചില കാര്യങ്ങൾ കുത്തിക്കുറിക്കാൻ മോഹം ഇവയ്ക്ക് കാരണക്കാരോട് കടപ്പാടുണ്ട്. അവരെല്ലാം ഓർത്തുകൊണ്ട് ഇവയെല്ലാം ഹൃദയത്തിൻ്റെ ഭാഗത്തു നിന്ന് എടുത്ത് കടലാസിൽ കുത്തിക്കുറിക്കുന്നത് ദൈവത്തോടും സഹയാത്രികരോടുമുള്ള ഒരു നന്ദി പ്രകടനമാണ്. ഈ പുസ്തകം തയ്യാറാക്കാൻ എന്നെ സഹായിച്ച എല്ലാവരോടും, പ്രത്യേകിച്ച് മിസ്സിസ് സോമന വർഗീസ്, ജ്യോതി സിസ്റ്റർ, ഫാദർ അലക്സ്, ഫാദർ ബോബി ജോസ്, ജീവൻ ബുക്സ് സ്റ്റാഫ് എന്നിവരോടും നന്ദി പറയുന്നു. ഈ കുറിപ്പുകൾ വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റേതായി മാറി ജീവിതത്തിൽ ആനന്ദം അയവിറക്കാൻ കാരണമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ ക്രിസ്റ്റ്യച്ചൻ. അതിൽ ഞാൻ ചെയ്ത സഹായത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം ഇറക്കാൻ എനിക്ക് പറ്റുന്ന തരത്തിൽ ചെയ്തു കൊടുത്ത എൻ്റെ അധ്വാനത്തിന് നന്ദി പറഞ്ഞ ക്രിസ്റ്റ്യച്ചൻ്റെ ഭാഗം എനിക്ക് മനസ്സിൽ സന്തോഷം തോന്നി. ഹാപ്പി ന്യൂ ഇയർ 2026 വിത്ത് ലവ് ആൻഡ് പ്രയേഴ്സ്. ഓമന, നെല്ലിക്കുന്ന്, കേരള, തൃശ്ശൂർ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ